വേസ്റ്റ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഫിൽട്രേഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേസ്റ്റ് വാട്ടറിനെ ഫിൽറ്റർ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പെർമിയബിൾ മീഡിയയിൽ കൂടെ ഈ വേസ്റ്റ് വാട്ടറെ കടത്തിവിടുമ്പോൾ ഈ വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെയും മറ്റ് വേസ്റ്റുകളെയും ഈ പെർമിയബിൾ മീഡിയ തടഞ്ഞു നിർത്തുകയും ക്ലീൻ വാട്ടറിനെ മാത്രം കടത്തിവിടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഫിൽട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് സബ് ടോപ്പിക്സ് ആണ് ഈ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്. ഈ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് തന്നെ എന്തുമാത്രമാണ് അതിൻ്റെ കപ്പാസിറ്റി, അപ്പോൾ ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി കോമൺലി യൂസ് ചെയ്യുന്ന ഫിൽറ്റർ മീഡിയകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് സിലിക്ക സാൻഡ്, ആന്ത്രസൈറ്റ് കോൾ ആൻഡ് ഗാർനെറ്റ്. ഇവയാണ് കോമൺ ആയിട്ട് ഈ പെർമിയബിൾ മീഡിയ എന്ന് നമ്മൾ മുമ്പേ റെഫർ ചെയ്ത ഫിൽറ്റർ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മെക്കാനിസം ഓഫ് ഫിൽട്രേഷൻ, അതായത് ഫിൽട്രേഷനിൽ ഈ വേസ്റ്റ് വാട്ടറിനെ ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ ആ പ്രോസസ്സിൽ അടങ്ങിയിരിക്കുന്ന മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് മെക്കാനിക്കൽ സ്ട്രെയിനിങ്. ഒരു സീവ് ആക്ഷൻ പോലെ തന്നെ, അതായത് സീവിൽ കൂടെ നമ്മൾ പാർട്ടിക്കിൾസിനെ കടത്തി വിടുമ്പോൾ ഈ വലിയ പാർട്ടിക്കിൾസ് മുകളിൽ റീറ്റെയിൻ ആകുകയും ചെറിയ പാർട്ടിക്കിൾസ് പാസ് ചെയ്യുകയും ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്, അതേ മെക്കാനിസം തന്നെയാണ് ഫിൽട്രേഷൻ മെക്കാനിക്കൽ സ്ട്രെയിനിങ്ങിലും നടക്കുന്നത്. ബയോളജിക്കൽ ആക്ഷൻ, ഈ ഫിൽറ്റർ മീഡിയയുടെ മുകളിൽ ഒരു മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒരു ലെയർ ഫോം ആവുകയും ഈ വേസ്റ്റ് വാട്ടറിൽ കൂടെ കടന്നു വരുന്ന ഓർഗാനിക് മാറ്ററിനെ ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ ലെയർ സ്റ്റോപ്പ് ചെയ്ത് അതിൽ ഫീഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓർഗാനിക് മാറ്ററിനെ ഈ ബയോളജിക്കൽ ആക്ഷൻ്റെ ഹെൽപ്പോട് കൂടി റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഈ ബയോളജിക്കൽ ആക്ഷൻ എന്ന മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഇങ്ങനെ ഫോം ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിൻ്റെ ലെയറിനെ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ്. ഇതിനെ ഒന്നെങ്കിൽ ഡേർട്ടി സ്കിൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഷിമുട്സ് ഡെക്ക് എന്ന് വിളിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഈ പെർമിയബിൾ മീഡിയയുടെ മുകളിൽ ഫോം ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിൻ്റെ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഡേർട്ടി സ്കിൻ അഥവാ ഷിമുട്സ് ഡെക്ക്. ഇനി അടുത്ത മെക്കാനിസമാണ് ഇലക്ട്രോലിറ്റിക് ആക്ഷൻ. ഫിൽറ്റർ മീഡിയയിൽ കൂടെ പാസ് ചെയ്തു വരുന്ന ഈ ഓർഗാനിക് വേസ്റ്റ് അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകൾ അടങ്ങിയ വേസ്റ്റ് വാട്ടറിന് ഒരു പർട്ടിക്കുലർ ചാർജ് പ്രൊവൈഡ് ചെയ്യുകയും അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഈ ഫിൽറ്റർ മീഡിയയിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ഇതുവഴി ഈ ഓപ്പോസിറ്റ് ചാർജസിൻ്റെ അട്രാക്ഷൻ വഴി ഈ വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഇതാണ് ഇലക്ട്രോലിറ്റിക് ആക്ഷൻ വഴിയുള്ള ഫിൽട്രേഷൻ്റെ ഒരു മെക്കാനിസം. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ്. ബേസ്ഡ് ഓൺ ദ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ, അതായത് എന്തുമാത്രം സ്പീഡോട് കൂടി അല്ലെങ്കിൽ എന്തുമാത്രം റേറ്റിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം എന്നതിനെ ബേസ് ചെയ്ത് ഫിൽറ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ആൻഡ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, സ്ലോ സാൻഡ് ഫിൽറ്ററിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഹയർ റേറ്റ് ആയിരിക്കും റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിന്. ഇനി ബേസ്ഡ് ഓൺ ദ ഫോഴ്സ് വിത്ത് വിച്ച് ഫിൽട്രേഷൻ ഇസ് ക്യാരിഡ് ഔട്ട്, ഫിൽട്രേഷൻ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി മാത്രമാണ് നടക്കുന്നതെങ്കിൽ അതിനെ ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ് എന്നും, എന്നാൽ പ്രഷറോട് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനെ പ്രഷർ ഫിൽറ്റേഴ്സ് എന്നും വിളിക്കുന്നു. ഇനി എത്ര ഫിൽറ്റർ മീഡിയകൾ യൂസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് ഫിൽറ്റേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ മീഡിയ ഫിൽറ്റർ, ഡുവൽ മീഡിയ ഫിൽറ്റേഴ്സ് ആൻഡ് മൾട്ടിമീഡിയ ഫിൽറ്റേഴ്സ്. രണ്ടിൽ കൂടുതൽ ഫിൽറ്റർ മീഡിയാസ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ മൾട്ടിമീഡിയ ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ആദ്യത്തെ ടൈപ്പായ സ്ലോ സാൻഡ് ഫിൽറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സ്ലോ സാൻഡ് ഫിൽറ്റർ ഒരു സിംഗിൾ മീഡിയ ഗ്രാവിറ്റി ഫിൽറ്ററാണ്. അതായത് ഒരൊറ്റ പെർമിയബിൾ മീഡിയ, ഒരു ഒറ്റ കൈൻഡ് പെർമിയബിൾ മീഡിയ മാത്രമാണ് അതിൽ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഗ്രാവിറ്റി ഫിൽറ്ററാണ്. ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി മാത്രമാണ് ഇവിടെ ഫിൽട്രേഷൻ നടക്കുന്നത്, അല്ലാതെ പ്രഷർ ഒന്നും അഡീഷണലി അപ്ലൈ ചെയ്യുന്നില്ല. ഇതിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 100 to 200 liters per hour per meter square ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 99% ആണ്. പാർട്ടിക്കിൾ സൈസ് ഓഫ് ഫിൽറ്റർ മീഡിയ എന്ന് പറയുന്നത്, അതായത് ഈ ഫിൽറ്റർ മീഡിയയിൽ അതായത് ഫിൽറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫിൽറ്റർ മീഡിയയുടെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 0.2 to 0.35 mm ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാമിന് ചോദിച്ചതായിരുന്നു. പാർട്ടിക്കിൾ സൈസ് ഓഫ് സ്ലോ സാൻഡ് ഫിൽറ്റർ മീഡിയ. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ്, അതായത് D60/D10 എന്ന റേഷ്യോ 1.8 to 3 വരെയാണ് വേരി ചെയ്യുന്നത്. ഇനി സ്ലോ സാൻഡ് ഫിൽറ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇതെങ്ങനെയാണ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത്.
അതായത് ദിവസങ്ങളോളം ഈ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കും തോറും ഇതിൻ്റെ മുകളിൽ ഫിൽറ്റർ മീഡിയയുടെ മുകളിൽ വേസ്റ്റുകൾ വന്ന് അടിഞ്ഞുകൂടുന്നു. അപ്പോൾ ഈ അടിഞ്ഞുകൂടിയ വേസ്റ്റുകളെ നമ്മൾ പീരിയോഡിക്കലി റിമൂവ് ചെയ്തില്ല എങ്കിൽ ഇത് ഫിൽറ്റർ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് പീരിയോഡിക്കലി ഈ ഫിൽറ്ററിനെ, ഏത് ഫിൽറ്ററിനെ ആയാലും നമ്മൾ പീരിയോഡിക്കലി ക്ലീൻ ചെയ്യണം. അപ്പോൾ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ക്ലീനിങ് മെത്തേഡ് എന്താണെന്ന് നോട്ട് ചെയ്യുക. സ്ക്രാപ്പിംഗ് ദ ടോപ്മോസ്റ്റ് ലെയർ അറ്റ് എ ഡെപ്ത് ഓഫ് 3 to 5 centimeters. ഈ ഫിൽറ്റർ മീഡിയയുടെ മുകളിൽ അടിഞ്ഞുകൂടിയ വേസ്റ്റുകളുടെ ആ ഒരു ലെയറിനെ അത് 3 to 5 centimeters ഡെപ്തിൽ സ്ക്രാപ്പ് ചെയ്ത് കളയുന്നു. ഇങ്ങനെയാണ് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യുന്നത്. ഇനി ഈ ഫ്രീക്വൻസി ഓഫ് ക്ലീനിങ് എത്രയാണ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസി ഓഫ് ക്ലീനിങ് ഇസ് ഇൻ 1 to 3 months. 1 to 3 മാസത്തിനുള്ളിൽ ഒരിക്കലാണ് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യുന്നത്. ഇനി ക്ലീൻ ചെയ്യാനായിട്ട് വാട്ടർ യൂസ് ചെയ്യുന്ന എത്രമാത്രം വേണ്ടി വരുന്നു? 0.2 to 0.6% ഓഫ് ടോട്ടൽ വാട്ടർ ഫിൽറ്റേർഡ് ഇസ് യൂസ്ഡ് ഫോർ ക്ലീനിങ്. നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത ആ വാട്ടറിൽ നിന്ന് 0.2 to 0.6% ആണ് സ്ലോ സാൻഡ് ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ചുള്ളൊരു പോയിൻ്റാണ്. ഇറ്റ് ഈസ് ഹൈലി എഫിഷ്യൻറ്റ് ഇൻ കേസ് ഓഫ് ബാക്ടീരിയ റിമൂവൽ ആൻഡ് ലോ എഫിഷ്യൻസി ഇൻ കേസ് ഓഫ് കളർ റിമൂവൽ. ഈ ഫിൽറ്റർ ചെയ്ത വാട്ടറിൽ ബാക്ടീരിയ റിമൂവ് ചെയ്യാൻ വളരെ ഹൈ എഫിഷ്യൻസിയാണ് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിന്. എന്നാൽ ടേർബിഡിറ്റി അല്ലെങ്കിൽ കളർ റിമൂവ് ചെയ്യാനുള്ള എഫിഷ്യൻസി കുറവാണ്. അപ്പോൾ ഇത്രയാണ് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ, പാർട്ടിക്കിൾ സൈസ് ഓഫ് ഫിൽറ്റർ മീഡിയ, ക്ലീനിങ് പ്രോസസ്സ് എങ്ങനെയാണ്, ഫ്രീക്വൻസി ഓഫ് ക്ലീനിങ്, പിന്നെ ഇതിൻ്റെ എഫിഷ്യൻസി, എഫിഷ്യൻറ്റ് ഇൻ റിമൂവിങ് ബാക്ടീരിയ ആൻഡ് ലെസ് എഫിഷ്യൻസി ഇൻ റിമൂവിങ് കളർ അല്ലെങ്കിൽ ടേർബിഡിറ്റി. ഇനി അടുത്ത ടൈപ്പ് ഫിൽറ്ററായ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും ഒരു സിംഗിൾ മീഡിയ ഗ്രാവിറ്റി ഫിൽറ്ററാണ്. അതായത് സിംഗിൾ ഫിൽറ്റർ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി മാത്രമാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഇവിടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 3000 to 6000 liters per hour per meter cube ആണ്. എഫിഷ്യൻസി 80% ഉള്ളൂ. നമ്മുടെ മുമ്പേ ഡിസ്കസ് ചെയ്ത സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ കൂട്ടല്ല, ഇതിന് എഫിഷ്യൻസി കുറച്ചുകൂടെ കുറവാണ്. പാർട്ടിക്കിൾ സൈസ് ഓഫ് ഫിൽറ്റർ മീഡിയ 0.3 to 0.55 mm ആണ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് 1.2 to 1 ആണ്. ഇനി എങ്ങനെയാണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത്? ബാക്ക് വാഷിംഗ് വഴിയാണ്. അതായത് വാട്ടർ താഴോട്ടാണ് ഫിൽറ്റർ ചെയ്ത് വരുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വാട്ടർ പ്രൊവൈഡ് ചെയ്ത് ഈ സ്റ്റക്ക് അല്ലെങ്കിൽ മുകളിൽ അടിഞ്ഞുകൂടിയ വേസ്റ്റിനെ ഡിസ്ലോഡ്ജ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നു. ഇതാണ് ബാക്ക് വാഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ബാക്ക് വാഷിംഗ് ചെയ്യുന്നത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ്? once in 2 days. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു സ്ലോ സാൻഡ് ഫിൽറ്റർ വൺസ് ഇൻ 1 to 3 months ആയിരുന്നു. എന്നാൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ 2 ദിവസത്തിനൊരിക്കൽ ബാക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഇനി ബാക്ക് വാഷിങ്ങിനായിട്ട് എന്തുമാത്രം വാട്ടർ ആവശ്യമായി വരുന്നു? 2% to 5% ഓഫ് ടോട്ടൽ വാട്ടർ ഫിൽറ്റേർഡ് ഇസ് യൂസ്ഡ് ഫോർ ക്ലീനിങ്. ഫിൽറ്റർ ചെയ്തെടുത്ത വെള്ളത്തിൽ നിന്നും 2 to 5% വാട്ടറാണ് ബാക്ക് വാഷിങ്ങിനായിട്ട് വേണ്ടി വരുന്നത്. ഇനി ഇതിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് ഹൈലി എഫിഷ്യൻറ്റ് ഇൻ കേസ് ഓഫ് കളർ റിമൂവൽ ആൻഡ് ലോ എഫിഷ്യൻസി ഇൻ കേസ് ഓഫ് ബാക്ടീരിയൽ റിമൂവൽ. കളർ അല്ലെങ്കിൽ ടേർബിഡിറ്റി റിമൂവ് ചെയ്യാൻ ഹൈലി എഫിഷ്യൻ്റ് ആണ്. എന്നാൽ സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ കൂട്ട് ബാക്ടീരിയ റിമൂവലിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ച് പുറകോട്ടാണ്. ബാക്ടീരിയ റിമൂവലിൻ്റെ കാര്യത്തിൽ ലെസ് എഫിഷ്യൻസിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 3000 to 6000 liters per hour per meter square. എഫിഷ്യൻസി 80% ഉള്ളൂ. പാർട്ടിക്കിൾ സൈസ് 0.3 to 0.55 mm. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് 1.2 to 1.8. ബാക്ക് വാഷിംഗ് വഴിയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ബാക്ക് വാഷ് ചെയ്യാനായിട്ട് 2 to 5% ഓഫ് വാട്ടർ ഫിൽറ്റേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഫ്രീക്വൻസി ഓഫ് ക്ലീനിങ് once in 2 days ആണ്. ഇനി ഇതിൻ്റെ എഫിഷ്യൻസി ബാക്ടീരിയൽ റിമൂവലിൽ കുറവ് എഫിഷ്യൻസിയും എന്നാൽ കളർ റിമൂവലിൽ ഹൈ എഫിഷ്യൻസിയുമാണ്. ഇനി അടുത്ത ടൈപ്പാണ് പ്രഷർ ഫിൽറ്റർ. പ്രഷർ ഫിൽറ്ററിൽ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടിയല്ല നടക്കുന്നത്. കൂടാതെ നമ്മൾ പ്രഷറോട് അപ്ലൈ ചെയ്തിട്ടാണ് ഫിൽട്രേഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഇനി എവിടെയൊക്കെയാണ് ഈ പ്രഷർ ഫിൽറ്റർ യൂസ് ചെയ്ത് ഫിൽട്രേഷൻ നടത്തേണ്ടി വരുന്നത്? ഇൻ പ്രൈവറ്റ് ബിൽഡിങ്സ്, ഹോസ്പിറ്റൽസ്, സ്വിമ്മിംഗ് പൂൾസ്, ഇവയിലൊക്കെയാണ് പ്രഷർ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഹൈ ആയിരിക്കും. 6000 to 15000 liters per hour per meter square ആണ് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. എഫിഷ്യൻസി 60 to 65% ഉള്ളൂ.
ഇനി എഫക്റ്റീവ് സൈസ് D10 അഥവാ എഫക്റ്റീവ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഫിൽറ്റർ മീഡിയ എന്ന് പറയുന്നത് 0.5 തൊട്ട് 0.7 mm വരെ വേരി ചെയ്യും. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് 1.21. ഇപ്പോൾ പ്രഷർ ഫിൽറ്റേഴ്സിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട ഇത്രയാണ്. ഇവിടെ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോടുകൂടി മാത്രമല്ല പ്രഷറോട് അപ്ലൈ ചെയ്തിട്ടാണ് ഫിൽട്രേഷൻ നടത്തുന്നത്. കൂടാതെ ഇവിടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വളരെ ഹൈ ആണ്, 6000 to 15,000 liters/m². കൂടാതെ എഫിഷ്യൻസി 60 to 65% വരെ ഉണ്ടാകത്തുള്ളൂ. എഫക്റ്റീവ് സൈസ് ഓഫ് ഫിൽറ്റർ മീഡിയ 0.5 തൊട്ട് 0.7 mm വരെയാണ് വേരി ചെയ്യുന്നത്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് 1.2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ഫിൽറ്ററിൻ്റെ സ്ലോ സാൻഡ് കഴിഞ്ഞ് റാപ്പിഡ് സാൻഡ് ഫിൽട്രേഷൻ്റെ റേറ്റ് കൂടുന്തോറും ഈ എഫക്റ്റീവ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ടൈപ്പ് ഫിൽറ്ററാണ് ഡ്യുവൽ മീഡിയ ഫിൽറ്റർ. പേര് പറയുന്ന കൂട്ട് തന്നെ ഒരു ടൈപ്പ് ഫിൽറ്റർ മീഡിയ മാത്രമല്ല, രണ്ട് ഫിൽറ്റർ മീഡിയസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. A dual media filter consists of a layer of anthracite coal above a layer of fine silica sand. സിലിക്ക സാൻഡിൻ്റെ മുകളിൽ ഒരു ആന്ത്രസൈറ്റ് ലെയറോട് അപ്ലൈ ചെയ്ത്, അതുകൊണ്ടാണ് ഡുവൽ മീഡിയ എന്ന് വിളിക്കുന്നത്. രണ്ട് ടൈപ്പ് ഫിൽറ്റർ മീഡിയ വരുന്നുണ്ട്. ഇവിടെ 50% പകുതിയായിട്ടാണ് ഈ രണ്ട് മീഡിയകളും പ്രൊവൈഡ് ചെയ്യുന്നത്. upper layer of coal, അതായത് anthracite coal, traps most of the large flocks and finer sand grains in the lower layer trap smaller impurities. ലാർജർ ഇമ്പ്യൂരിറ്റീസിനെ മുകളിലുള്ള ആന്ത്രസൈറ്റ് കോൾ ട്രാപ്പ് ചെയ്യുകയും താഴെയുള്ള സാൻഡ് ലെയർ കുറച്ചുകൂടെ ഫൈനായിട്ടുള്ള കുറച്ചുകൂടെ ചെറിയ ഇമ്പ്യൂരിറ്റീസിനെ ട്രാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി പാർട്ടിക്കിൾ സൈസ് ഓഫ് ആന്ത്രസൈറ്റ് കോൾ വേരി ചെയ്യുന്നത് 0.9 to 1.1 mm വരെയാണ്. ഇനി സിലിക്ക സാൻഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് 0.5 mm ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡുവൽ മീഡിയ ഫിൽറ്ററിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എത്രയാണ്? 10,000 to 15,000 liters/m². എഫിഷ്യൻസി എന്ന് പറയുന്നത് 90% ആണ്. അപ്പോൾ ഡുവൽ മീഡിയ ഫിൽറ്ററിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇത്രയാണ്, രണ്ട് ടൈപ്പ് ഫിൽറ്റർ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എത്രയാണെന്ന് ഓർത്തിരിക്കുക, എഫിഷ്യൻസി എത്രയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് മൾട്ടിമീഡിയ ഫിൽറ്റേഴ്സ്. രണ്ടിലധികം ഫിൽറ്റർ മീഡിയകൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഇതിനെ മൾട്ടിമീഡിയ ഫിൽറ്റർ എന്ന് വിളിക്കുന്നത്. മൾട്ടിമീഡിയ ഫിൽറ്റർ ഇസ് എ ഫിൽറ്റർ വെസൽ വിത്ത് 3 or more different media above the gravel bed. ടിപ്പിക്കലി 3 ലെയർഡ് മൾട്ടിമീഡിയ ഫിൽറ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നത് a layer of anthracite coal above a layer of fine silica sand with the lowest layer comprising of garnet. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജസ് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഗാർനെറ്റ് 10% ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് മുകളിൽ ഫൈൻ സിലിക്ക സാൻഡും മുകളിൽ ആന്ത്രസൈറ്റ് കോലായിരിക്കും കൂടുതൽ 60% പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പാർട്ടിക്കിൾ സൈസ് ഓഫ് ആന്ത്രസൈറ്റ് കോൾ വേരീസ് ഫ്രം 0.9 to 1.1 mm. മുമ്പേ മെൻഷൻ ചെയ്തുകൊണ്ട് ആന്ത്രസൈറ്റ് കോളിൽ സെയിം സൈസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിലിക്ക സാൻഡിൻ്റെ സൈസും സെയിം തന്നെ റിമൈൻ ചെയ്യും, 0.5 mm. ഗാർനെറ്റിൻ്റെ സൈസ് 0.1 to 0.15 mm ആണ്. അപ്പോൾ മുകളിൽ ലാർജർ സൈസ് പാർട്ടിക്കിൾസും താഴോട്ട് വരുന്നതോറും പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞു വരുന്നു. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 15,000 to 20,000 liters/m². എഫിഷ്യൻസി എന്ന് പറയുന്നത് 90% ആണ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സിൽ ഓരോ ഫിൽറ്ററിൻ്റെയും ഫിൽട്രേഷൻ റേറ്റ് എത്രയാണ്, അതിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ മീഡിയയുടെ പാർട്ടിക്കിൾ സൈസ്, എഫക്റ്റീവ് സൈസ് എത്രയാണ്, യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എത്രയാണ്, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, ഓരോ ടൈപ്പ് ഫിൽറ്റേഴ്സ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, ഓരോ ടൈപ്പ് ഫിൽറ്റേഴ്സിൻ്റെ എഫിഷ്യൻസി എത്രയാണ് എന്നതാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഫിൽട്രേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.